ഈ ബൈബിൾ സ്റ്റഡിയുടെ 3-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. നോക്കിയല്ലേ അവസാനം വല്ല പാപത്തിലോ ഗുരുമാനിലോ പോയി ചാടാൻ പോകുന്നത്. എന്നാൽ കാണണ്ടാന്ന് കരുതി 2 കണ്ണും അങ്ങ് കുത്തിപ്പൊട്ടിച്ചേച്ച് നടന്നാല് കുറഞ്ഞ പക്ഷം കണ്ണുപോയെങ്കിലും നിത്യജീവനിലേക്കെങ്കിലും കടക്കുവാൻ കഴിയും. എന്നാലേ കണ്ണുള്ളവനായിട്ട് നടന്ന അവസാനം ഇയാള് ഗുരുതരമായ പാപത്തിൽ വീണ് ദൈവത്തെ വിട്ടുപോകുന്ന അവസ്ഥയിൽ അവസാനം നിത്യനാശത്തിലാണ് ചെന്ന് ചേരുന്നതെങ്കിലോ അതിനേക്കാൾ ഭേദം കണ്ണില്ലാതിരിക്കുകയാണ്. നമുക്ക് പണം ഉണ്ടായി കഴിയുമ്പോൾ നാം ദൈവത്തെ വിട്ടുപോകുന്ന സ്ഥിതിയാണ് ഉള്ളതെങ്കിൽ ആ പണം ഇല്ലാതിരിക്കുകയല്ലേ നല്ലത്. സൗന്ദര്യം കൊണ്ട് നാം ദൈവത്തെ വിട്ടുപോകുമെങ്കിൽ ആ സൗന്ദര്യം ഇല്ലാതിരിക്കുകയാണ് നല്ലത്. വിദ്യാഭ്യാസം ഉണ്ടായാൽ ദൈവത്തെ വിട്ടുപോകുമെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുകയാണ് നല്ലത്. ചില സുഹൃബന്ധങ്ങള് നമുക്ക് ദൈവത്തിൽ നിന്ന് അകലാനുള്ള വഴിവെക്കുകയാണെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ ഈ സുഹൃബന്ധങ്ങൾ കാരണമാകുന്നു എങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ് നല്ലത്. ഇതൊക്കെയാണ് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം. കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിന് തടസ്സമാക്കുന്ന, ദൈവവുമായിട്ടുള്ള നമ്മുടെ ആത്മീയ ബന്ധത്തിന് തടസ്സമായി തീരുന്ന, അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് തടസ്സമായി തീരുന്ന എന്താണെങ്കിലും നാം അത് ഉപേക്ഷിക്കേണ്ടതാണ്. അതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ നാം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിത്യാഗ്നിയിൽ വീഴും. ഇവിടെ നിത്യാഗ്നി എന്ന് എഴുതിയിരിക്കുന്നത് ഗീഹന്നായെ കുറിച്ചാണ്. ഗീഹന്നായ് എന്ന് പറഞ്ഞാല് യെരുശലേമിന് അടുത്തുണ്ടായിരുന്ന ഒരു താഴ്വരയാണ്. ഹിന്നോം താഴ്വര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. യേശുവിന്റെ കാലത്ത് യെരുശലേമിലുള്ള ചപ്പും ചവറുകളും ഒക്കെ കൊണ്ടുചെന്ന് ഇട്ട് തീ കത്തിക്കുന്ന സ്ഥലമായിരുന്നു അവിടെ. മാത്രമല്ല ചത്തുപോയ ജീവികളുടെ ശരീരങ്ങൾ കൊണ്ടിട്ട് കത്തിക്കുമായിരുന്നു. അങ്ങനെ ഏത് സമയത്ത് ചെന്നാലും ഗീഹന്നായിലെ പുകയുണ്ട്, തീയുണ്ട്. അതുപോലെ ഈ ശവശരീരങ്ങളൊക്കെ അവിടെ കിടന്ന് അഴുകുന്നത് കൊണ്ട് പുഴുവുണ്ട്. നമ്മളെ കഴിഞ്ഞ മാസം പോയി നോക്കിയപ്പം പുഴുവുണ്ട്, ഇപ്പോഴും പുഴുവുണ്ട്. ഒരു വർഷം കഴിഞ്ഞ് ചെന്ന് നോക്കിയാലും പുഴുവുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ധരിച്ചിരുന്ന് അവിടുത്തെ പുഴു ചാകുന്നില്ല എന്നാണ്. വാസ്തവത്തിൽ പുഴു ചാകാതിരിക്കുന്നത് നല്ല വിഷയം. എപ്പ ചെന്ന് നോക്കിയാലും പുഴുവുണ്ട്, അതുകൊണ്ട് അവിടുത്തെ പുഴു ചാകുന്നില്ല. മാത്രമല്ല അവിടെ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അവിടുന്ന് പുക എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നരകത്തിന്റെ ഒരു പ്രതീകം എന്ന നിലയ്ക്കാണ് ഗീഹന്നായെ അവിടെ പറയുന്നത്. യഥാർത്ഥ നരകം എന്ന് പറയുന്നത് തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയാണ്. അത് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നതാണ്. എന്നാൽ ഇവിടെ പറയുന്ന ഹിന്നോം താഴ്വര എന്ന് പറയുന്നത് നരകത്തിന്റെ ഒരു പ്രതീകമായിട്ടേ കർത്താവ് പറയുന്നതാണ്. ഏതായാലും 2 കൈയും 2 കാലും ഒക്കെ ഉള്ളവനായിട്ട്, കുഴപ്പമൊന്നും ഇല്ലാത്തവനായിട്ട് നിത്യാഗ്നിയിലേക്ക് പോകുന്നതിനേക്കാൾ ഇടർച്ച വരുത്തിയ അവയവം എന്തോ അതില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നതാണ്, നിത്യതയിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നാണ് കർത്താവ് പറയുന്നത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നന്ന്. ഇനി 2 കണ്ണും കുഴപ്പമാണ്, 2 കളഞ്ഞാലും വേണ്ടില്ല. ഇങ്ങനെ ഇടർച്ച വരുത്തുന്നത് എന്തോ അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ കുടുംബ പാരമ്പര്യമാണ് ഇടർച്ചയ്ക്ക് കാരണമാകുന്നതെങ്കിൽ അത് അങ്ങ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാലേ കുടുംബ പാരമ്പര്യം പറയുന്നത് അങ്ങ് നിർത്തുക. അല്ലെങ്കിൽ ദൈവത്തെക്കാൾ കൂടുതലായിട്ട് നാം എന്തിനെ സ്നേഹിക്കുന്നു അതങ്ങ് ഉപേക്ഷിക്കുക. മിക്കവർക്കും കൂട്ടുകെട്ട് അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ഒക്കെയാണ് ദൈവത്തെ പിൻപറ്റുന്നതിന് തടസ്സം. എന്തു തന്നെയായാലും അത് നാം ഉപേക്ഷിക്കേണ്ടതാണ് എന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. വീണ്ടും കർത്താവ് പറയുന്നു, ഈ ചെറിയ വല്ലവരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. കർത്താവിനെ വിശ്വസിക്കുന്നവൻ ചെറിയവനായാലും വലിയവനായാലും കർത്താവിനെ സംബന്ധിച്ച് അവൻ വിലപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ചെറിയ വല്ലവരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് ഈ വാചകം പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തോടുള്ള ബന്ധത്തിലാണ്. കർത്താവിന്റെ ഓരോ ദാസന്മാരെയും സൂക്ഷിക്കുവാൻ ഓരോ ദൂതനുണ്ട്. ആ ദൂതൻ കൂടെ നിന്ന് കാത്തേ മതിയാകൂ എന്നില്ല. സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നിൽക്കുന്ന സമയത്തും അവന്റെ സംരക്ഷണയിലുള്ള ആളിനെ സംരക്ഷിക്കുവാൻ അവന് കഴിവുണ്ട് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അങ്ങനെ ഓരോ വ്യക്തിക്ക് വേണ്ടിയും ദൈവം ഓരോ ദൂതനെയാക്കിയിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ പറയുന്നത് സേവകാത്മാക്കൾ എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ ദൈവദാസന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടി സേവകാത്മാക്കളുണ്ട്. ഈ സേവകാത്മാക്കളായ ദൂതന്മാരെ എന്റെ പിതാവിന്റെ മുഖം കാണുന്നു എന്ന് പറഞ്ഞാല് ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണ്. ഈ ദൂതന്മാര് ഒരുപക്ഷെ കോപിക്കാനിടയുണ്ട്. തങ്ങളുടെ സംരക്ഷണത്തിലുള്ളവരെ ആരെങ്കിലും ഇങ്ങനെ അവഹേളിക്കുന്ന കാണുമ്പോൾ കോപിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ദൈവത്തോട് കാര്യം പറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും ഈ ചെറിയവനാണ് എന്ന്. പക്ഷെ ഈ ചെറിയവന് ദൈവത്തിന്റെ ദൂതനാണ് കാവൽ നിൽക്കുന്നത്. ഈ ദൂതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുഖം കാണുന്നവനുമാണ്. അതുകൊണ്ട് ചെറിയവനാണ് എന്ന് കരുതി ആരെയും തുച്ഛീകരിക്കരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അവയിലൊന്ന് തെറ്റി വിടന്നു പോയാൽ 99നെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ
ചെന്ന് തിരയുകയില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99-ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറയുന്നു. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്ന അതേ ഉപമയാണ് ഇവിടെ കർത്താവ് പറയുന്നത്. അങ്ങനെ 100 ആടുള്ളവന് ഒരെണ്ണം തെറ്റിപ്പോയാൽ 99നെ മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയ ആടിനെ അന്വേഷിച്ചെന്ന് കണ്ടെത്തുകയും കണ്ടെത്തി കഴിയുമ്പോൾ അതിനെ തോളിലെടുത്തുകൊണ്ട് സന്തോഷത്തോടെ വരികയും ചെയ്യുന്നത് പോലെ ആ ചെറിയവരിൽ ഒരുത്തൻ നഷ്ടപ്പെട്ടു പോയാൽ മറ്റുള്ളതൊക്കെ മറന്നുകൊണ്ട് കർത്താവ് അതിന്റെ പിന്നാലെ പോകുമെന്നാണ് കർത്താവ് പറയുന്നതിന്റെ ചുരുക്കം. അതായത് 100 എണ്ണം ഉള്ളതിൽ ഒന്നല്ലേ പോയുള്ളൂ, പോട്ടെ, ബാക്കി 99 കയ്യിലുണ്ടല്ലോ എന്ന് ചിന്തിക്കാതെ കാണാതെ പോയതിനെ തിരഞ്ഞു പോകുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് കർത്താവ് അതിന്റെ വിശദീകരണം പറയുകയാണ്. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുത്തനെ ഇടർച്ച വരുത്താതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. കാരണം ചെറിയവനാണ് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ അവൻ ഇടർച്ച വരുത്തിയാൽ ദൈവത്തിന് മുമ്പിൽ അവൻ ചെറിയവനല്ല. 100-ൽ 1 ആണെങ്കിൽ പോലും 99നെ വിട്ടിട്ട് വേണമെങ്കിൽ ആ കാണാതെ പോയതിന്റെ പിന്നാലെ പോകുവാൻ ഈ നല്ല ഇടയൻ തയ്യാറാണ് എന്നാണ് കർത്താവ് പറയുന്നതിന്റെ ചുരുക്കം. ഇത്രയും പറഞ്ഞിട്ട് കർത്താവ് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നിന്റെ സഹോദരൻ നിന്നോട് വിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ അവന് കുറ്റം ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കർത്താവ് ഈ വിഷയത്തിലേക്ക് കടക്കാൻ ഒരു കാരണമുണ്ട്. നീയും സഹോദരനുമായിട്ട് വഴക്കിലാണെങ്കിൽ ആ ഒരു വഴക്കു മതി ഒരു പക്ഷേ ആ നിന്റെ സഹോദരൻ ഇടറിപ്പോകുവാൻ. അതുകൊണ്ട് നിന്റെ സഹോദരനെ നീയുമായിട്ട് എന്തെങ്കിലും ഒരു വഴക്കുണ്ടെങ്കിൽ അത് നീ എത്രയും വേഗം പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം സഹോദരൻ ആ കാരണത്താലെ ഇടറിപ്പോകുവാൻ ഇടയാകരുത്. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ, അല്ല നീ നിന്റെ സഹോദരനോട് പിഴച്ചാലെന്നല്ല, നീ നിന്റെ സഹോദരനോട് പിഴച്ചാൽ തീർച്ചയായിട്ടും നീ തന്നെ ചെല്ലേണ്ടതാണ്. എന്നാലേ നിന്റെ സഹോദരൻ നിന്നോടാണ് പിഴച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്തത് നീയല്ല, അവനാണ്. തെറ്റ് ചെയ്തത് അവനല്ലേ, അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞ് കാത്തിരിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. തെറ്റ് ചെയ്തത് നിന്റെ സഹോദരനാണെങ്കിൽ പോലും ആ പ്രശ്നം പരിഹരിക്കേണ്ടത് നിന്റെ ജോലിയാണ് എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നു, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ മറ്റാരും അറിയാതെ അത്യന്തം രഹസ്യമായിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നീ അവനുമായി സംസാരിച്ച് അവന്റെ കുറ്റം അവന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ നിന്റെ സഹോദരനെ നീ നേടി. അത് വളരെ നല്ല കാര്യമാണ്. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകലവും ഉറപ്പാക്കേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. നീ നിന്റെ സഹോദരനുമായിട്ട് നേരിൽ സംസാരിച്ചിട്ട് പ്രശ്നം തീരുന്നില്ല എങ്കിൽ ഈ ബൈബിൾ സ്റ്റഡിയുടെ 3-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.